ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രഡീഷണൽ ഷെൽട്ടറിൻ്റെ വാം ഹ്യൂമിഡ് ക്ലൈമറ്റിൻ്റെ ട്രഡീഷണൽ ഷെൽട്ടേഴ്സാണ്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ വാം ഹ്യൂമിഡ് ക്ലൈമറ്റിൻ്റെ ടിപ്പിക്കൽ ഷെൽട്ടറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏൻഷ്യൻ ടൈംസിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്യുന്ന ഫീച്ചേഴ്സാണ് ട്രഡീഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. പണ്ടത്തെ കാലത്തുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ടിമ്പർ യൂസ് ചെയ്തിട്ടുണ്ടാവും, മഡ് കൊണ്ടിട്ടായിരിക്കും വോളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ പാം ലീഫ്, കോക്കനട്ട് ലീഫ് ഇതൊക്കെ കൊണ്ടിട്ട് റൂഫ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെറിയ ഹട്ട് രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും ആധുനിക കാലത്ത് കാണാൻ പറ്റാറുള്ളത്. അപ്പോൾ ഇവിടെയും വാം ഹ്യൂമിഡിൻ്റെ കേസിൽ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ടെമ്പറേച്ചറും കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലും ടിമ്പറൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തിടത്ത് അവരെന്താ യൂസ് ചെയ്തത്? എർത്ത് ഫിൽഡ് വോൾസ്, അതായത് മഡ് വോൾസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ പാമ്പ് കൊണ്ടിട്ടും കോക്കനട്ട് ലീഫ് കൊണ്ടിട്ടുള്ള താച്ച്ഡ് റൂഫ് ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ ബാമ്പും ടിമ്പറും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വീടുകളിലും സിംഗിൾ സ്റ്റോറീഡ് ഹൗസസ് ആയിട്ടായിരിക്കും ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഓവർ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ഷെൽട്ടേഴ്സിന് കുറേ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൂടുതൽ ഉള്ളത് കാരണം എന്താണ്, ആ ബിൽഡിങ്ങിൻ്റെ ഇൻസൈഡിലുള്ള എയർ മൂവ്മെൻറ്റ് നമുക്ക് അൺബിയറബിൾ ആയിട്ട് വരും, കാരണം ചൂട് കൂടുതലുള്ളത് കാരണം. അതുപോലെ തന്നെ ഹെവി റെയിൻസ്, മഴ കൂടുതലുള്ളത് കാരണം ഈ മഡ് റൂഫും അല്ലെങ്കിൽ താച്ച്ഡ് റൂഫും അല്ലെങ്കിൽ മഡ് വാൾസ്, താച്ച്ഡ് റൂഫ് ഇതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് നന്നായിട്ട് മെയിൻ്റനൻസ് വേണം. ആനുവൽ മെയിൻ്റനൻസ് എപ്പോഴും നടന്നില്ലെങ്കിൽ ഈ മഴയൊക്കെ കാരണം ഇതൊക്കെ ഒലിച്ചു പോകാനോ അല്ലെങ്കിൽ ഡാമേജസ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. The traditional shelter is offered elevated on stilts and is constructed from local timbers or a bamboo frame. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു സിംഗിൾ സ്റ്റോറീഡ് ആയിട്ടാണ് ഇവിടുത്തെ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സിംഗിൾ സ്റ്റോറീഡ് ആണെങ്കിൽ തന്നെയും ഇത് ഒരു ബെറ്റർ സെക്യൂരിറ്റിക്ക് വേണ്ടി സ്റ്റിൽസിൽ എലിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റിൽസിൽ എലിവേറ്റ് ചെയ്താൽ രണ്ട് ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, എയർ മൂവ്മെൻറ്റ്, എയർ ഫ്ലോ നന്നായിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ബെറ്റർ സെക്യൂരിറ്റീസും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആയിരിക്കും. അത് കാരണം ഹീറ്റിനെ ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്യും. അതുപോലെ തന്നെ നൈറ്റിൽ ഇത് ആ ഹൗസ് കൂളാക്കുകയും ചെയ്യും. താച്ച്ഡ് റൂഫ് ഈസ് ആൻ എക്സിസ്റ്റൻറ്റ് തെർമൽ ഇൻസുലേഷൻ. അപ്പം താച്ച്ഡ് റൂഫ് അല്ലെങ്കിൽ പാം ലീഫ് കൊണ്ടിട്ടുള്ള റൂഫ് എന്നൊക്കെ പറയുന്നത് തെർമലി ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്, അല്ലേ? ടെമ്പറേച്ചറിനെ കൂടുതലായിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിലെ ചൂട് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹെവി റെയിൻസ് ഒക്കെ വരുമ്പോൾ ഇത് ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ ഡാമേജ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആനുവൽ മെയിൻ്റനൻസ് ഇതിനെപ്പോഴും ആവശ്യമായിട്ട് വരും. അപ്പം ഇതൊക്കെയാണ് ട്രഡീഷണൽ ഷെൽട്ടേഴ്സ് ഫോർ വാം ഹ്യൂമിഡ് ക്ലൈമറ്റിൻ്റെ ട്രഡീഷണൽ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേറൊരു ക്ലൈമറ്റിൻ്റെ, ഹോട്ട് ഡ്രൈ ക്ലൈമറ്റിൻ്റെ ട്രഡീഷണൽ ഷെൽട്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The traditional shelter found in most desert regions has heavy walls of earth, brick, stone, and the roof of the same material, often supported by a few timbers where vaulting is in no use. അപ്പം ഹോട്ട് ഡ്രൈ ക്ലൈമറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കണം. ഹോട്ട് ഡ്രൈ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഡെസേർട്ടി ക്ലൈമറ്റ്സ് ആണ്. ഡെസേർട്ടുള്ള റീജിയൻസ് ലൈക്ക് രാജസ്ഥാൻസിലൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ രാജസ്ഥാൻ അല്ലെങ്കിൽ ഡെസേർട്ടി ഏരിയാസിലുള്ള ട്രഡീഷണൽ ഷെൽട്ടേഴ്സ് എങ്ങനെയാണ് അവർ കൺസ്ട്രക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെസേർട്ട് റീജിയൻസ് അല്ലെങ്കിൽ സാൻഡ് സ്റ്റോൺ കൂടുതലുള്ള റീജിയൻ അല്ലെങ്കിൽ ഹീറ്റ് കൂടുതലുള്ള റീജിയൻസിലൊക്കെ വാൾസും റൂഫും ഒക്കെ ഹെവി കൺസ്ട്രക്ഷൻ ആയിരിക്കും. ബ്രിക്ക്, സ്റ്റോണ്, അതുപോലെ തന്നെ എർത്തിങ് മെറ്റീരിയൽസ് കൊണ്ടിട്ടായിരിക്കും വാൾസും റൂഫും ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ റൂഫിൻ്റെ വോൾട്ടിങ്സിന് ടിമ്പേഴ്സും യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ തിക്ക് വാൾസൊക്കെ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെ ഒരു പരിധി വരെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് തടയും. ഒരു പരിധി വരെ തടയും. ഒരു തെർമൽ കപ്പാസിറ്റി മെറ്റീരിയലായിട്ട് ഈ തിക്ക് വാൾസ് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഫ്രം നോയ്സിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. അതുപോലെ ഡസ്റ്റിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. ദീസ് സ്ട്രക്ചേഴ്സ് ടെൻഡ് ടു ബി ഹോട്ട് അറ്റ് നൈറ്റ് ഡ്യൂറിങ് പ്രൊലോങ്ഡ് ഹോട്ട് സീസൺ. അപ്പോൾ ഈ ഒരു ഹോട്ട് ഡ്രൈ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊലോങ്ഡ് ആയിട്ട് ഹീറ്റ് ഉണ്ടാവും, അല്ലേ? അപ്പം ഈ തിക്ക് വോൾസ് ഒരു പരിധി വരെ ആ ബിൽഡിങ്സിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റ് കിടക്കുന്നത് തടയും. അറ്റ് ദ സെയിം ടൈം നൈറ്റിൽ അത് കൂളാക്കുകയും ചെയ്യും. ഓൾ ദീസ് ടൈംസ് റൂഫ് ആൻഡ് കോട്ടേഡ് ആർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ ഡിസൈൻ ഫീച്ചറിലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് കോട്ടയാർഡ്സ്.
കോർട്ട്യാർഡ് അല്ലെങ്കിൽ ഇൻഡോറിൽ കോർട്ട്യാർഡ് കൊടുക്കും, അല്ലെങ്കിൽ അതൊരു സെമി ഔട്ട്ഡോർ ഏരിയാസിൽ നമ്മൾ കോർട്ട്യാർഡ് കൊടുക്കും. ഈ കോർട്ട്യാർഡ് ചിലപ്പം ഓപ്പൺ ആയിരിക്കും, റൂഫ് ഉണ്ടാവില്ല. അപ്പം എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എയർ മൂവ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യും. അവിടെ നമുക്ക് പുറത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു ഔട്ട്ഡോർ പ്രൈവറ്റ് ഏരിയ ആയിട്ടും ഈ കോർട്ട്യാർഡ് ആക്ട് ചെയ്യും. അപ്പം ഇങ്ങനത്തെ ഉള്ള കേസിൽ അപ്പം കോർട്ട്യാർഡാണ്, അതായത് ഹോട്ട് ഡ്രൈ ക്ലൈമറ്റിൻ്റെ ഒരു ഡിസൈൻ ഫീച്ചറാണ് കോർട്ട്യാർഡ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡോറും വിൻഡോസും ഒക്കെ സ്മോൾ സൈസ് ആയിരിക്കും. എന്തിനാ സ്മോൾ സൈസ്? ഹീറ്റ് മാക്സിമം അകത്തേക്ക് കയറാതിരിക്കാനും അതുപോലെ തന്നെ സാൻഡ്, അവിടുത്തെ മണലുകൾ ഉള്ളിലേക്ക് കയറാതിരിക്കാനുമാണ്. വിൻഡോസിൻ്റെയും ഡോറിൻ്റെയൊക്കെ സൈസസ് കുറവായിരിക്കും. അതുപോലെ തന്നെ അഥവാ കൊടുക്കുവാണെങ്കിൽ തന്നെ ടോപ്പിൽ ഹൈറ്റിലായിരിക്കും ഈ വിൻഡോസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ വിൻഡോസിൻ്റെയും ഡോർസിൻ്റെയൊക്കെ എണ്ണം, നമ്പേഴ്സും മാക്സിമം കുറയ്ക്കാനാണ് അവർ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പ്ലാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോട്ട് ഡ്രൈ ക്ലൈമറ്റ് ട്രഡീഷണൽ ഷെൽട്ടേഴ്സിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോർട്ട്യാർഡ്സ് ആണെന്ന് പറഞ്ഞു. ആ കോർട്ട്യാർഡ് കാണിക്കാൻ പറ്റുന്ന ഒരു ഇൻറ്റീരിയർ ലേ ഔട്ടാണ് പ്ലാനിനെ തന്നിരിക്കുന്നത്. അപ്പം ഇതും വരയ്ക്കുക നിങ്ങൾ നോട്ട്ബുക്കിൽ. അപ്പം ഇന്ന് നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. രണ്ടും ട്രഡീഷണൽ ഷെൽട്ടേഴ്സാണ്. ട്രഡീഷണൽ ഷെൽട്ടർ ഫോർ ഹോട്ട് ഡ്രൈ ക്ലൈമറ്റും അതുപോലെ തന്നെ ട്രഡീഷണൽ ഷെൽട്ടർ ഫോർ വാം ഹ്യൂമിഡ് ക്ലൈമറ്റുമാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 2ൻ്റെ നോട്ട്സ് ഇന്നത്തെ നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഫിഗറും കൂടെ വരച്ച് സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ഷെൽട്ടറും കൂടി പഠിക്കാം.